മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നടൻ ദിലീപും തെന്നിന്ത്യൻ താരം തമന്നയും ഒന്നിച്ച് 2023 റിലീസ് ചെയ്ത ബാന്ദ്ര തിയേറ്ററുകളിൽ വരുത്തിവെച്ചത് വൻ സാമ്പത്തിക ബാധ്യതയാണെന്ന് വെളിപ്പെടുത്തി നിർമ്മാതാവ് അജിത് വിനായക. തന്റെ പുതിയ ചിത്രമായ ഹരിവരാസനം സിനിമയുടെ പൂജാ ചടങ്ങിനിടെയാണ് ബാന്ദ്ര സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചും സംവിധായകൻ അരുൺ ഗോപിയിൽ നിന്നുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും നിർമ്മാതാവ് തുറന്നടിച്ചത്. തുടക്കത്തിൽ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഇതെന്നും കഥ കേൾക്കുന്ന സമയത്ത് വെറും 12 കോടി രൂപയിൽ സിനിമ ഒതുങ്ങുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ തനിക്ക് നൽകിയ ഉറപ്പെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അത് 17 കോടി രൂപയുടെ പ്രൊജക്റ്റായി മാറുകയായിരുന്നു. സാധാരണയായി സിനിമാ നിർമ്മാണത്തിൽ പ്രിന്റ്, പബ്ലിസിറ്റി ചിലവുകൾക്കായി 1.5 മുതൽ 2 കോടി രൂപ വരെ അധികം വരുന്നത് പതിവാണെങ്കിലും ചിത്രത്തിന്റെ ബജറ്റ് 17 കോടിയും കഴിഞ്ഞ് കുതിച്ചതോടെ നിർമ്മാതാവ് എന്ന നിലയിൽ താൻ കടുത്ത ആശങ്കയിലായിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ തനിക്ക് സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് സംവിധായകനെ നേരിട്ട് അറിയിച്ചിരുന്നതായും ആ സമയത്ത് സിനിമ 21 കോടി രൂപയ്ക്കുള്ളിൽ തീർത്തു തരാമെന്ന് സംവിധായകൻ അരുൺ ഗോപി പേപ്പറിൽ എഴുതി ഒപ്പിട്ട് നൽകിയതായും അജിത് വെളിപ്പെടുത്തി. എന്നാൽ ഈ ഉറപ്പും പാലിക്കപ്പെടാതെ പോവുകയായിരുന്നു. സിനിമയുടെ ചെലവ് വീണ്ടും ഉയർന്നപ്പോൾ സംവിധായകനുമായി വീണ്ടും ചർച്ച നടത്തിയെങ്കിലും സിനിമയ്ക്ക് വലിയ ബിസിനസ് സാധ്യതകൾ ഉണ്ടെന്നും വലിയ ലാഭം നേടാനാകുമെന്നുള്ള മോഹന വാഗ്ദാനങ്ങളാണ് അപ്പോൾ തനിക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു. അവസാനമായി 24 കോടിയിൽ സിനിമ പൂർത്തിയാക്കാമെന്നായിരുന്നു സംവിധായകൻ നൽകിയ ഉറപ്പ്. എന്നാൽ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് സിനിമ പൂർത്തിയായപ്പോൾ ആകെ ചെലവ് 35 കോടി രൂപയായി ഉയരുകയാണ് ഉണ്ടായത്. ഇത്രയും വലിയ തുക മുടക്കി തിയേറ്ററുകളിൽ എത്തിച്ച സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് പച്ചക്കൊടി നേടാനായില്ലെന്ന് മാത്രമല്ല, തിയേറ്റർ കളക്ഷനിലൂടെ നിർമ്മാതാവിന് തിരികെ ലഭിച്ചത് വെറും 3 കോടി രൂപ മാത്രമായിരുന്നു. മുടക്കുമുതലിന്റെ 10% പോലും തിരിച്ചു പിടിക്കാനാകാത്ത അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടായതെന്നും സിനിമയുടെ മറ്റ് ബിസിനസ്സുകളൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സിനിമ പരാജയപ്പെടുമ്പോൾ നിർമ്മാതാക്കൾ മാത്രം ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് അജിത് വിനായക കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. പണം വാങ്ങുന്ന സമയത്ത് കാണിക്കുന്ന സമീപനമല്ല പിന്നീട് പലർക്കും ഉള്ളതെന്ന് ഓർമ്മിപ്പിക്കുന്ന അദ്ദേഹം 2-3 നിർമ്മാതാക്കൾ തകർന്നാലും ഇവരെ വെച്ച് സിനിമ ചെയ്യാൻ പുതിയ ആളുകൾ വരുമെന്നും ഇതുപോലെയുള്ള മോഹന വാഗ്ദാനങ്ങൾ അവരോടും പറയുമെന്നും ഒടുവിൽ എല്ലാം കഴിയുമ്പോഴേക്കും കരയാൻ നമ്മൾ മാത്രമേ ബാക്കി ഉണ്ടാവൂ എന്നും സങ്കടത്തോടെ അദ്ദേഹം പറയുന്നുണ്ട്. വലിയ പരാജയങ്ങൾ സമ്മാനിച്ചിട്ടും സംവിധായകർക്ക് വീണ്ടും അവസരങ്ങൾ ലഭിക്കുമ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെട്ട് കണ്ണീരൊഴുക്കാൻ നിർമ്മാതാക്കൾ മാത്രമാണ് ബാക്കി ഉണ്ടാകുന്നതെന്നും ഈ അവസ്ഥ മാറേണ്ടതുണ്ടെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാമലീല എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ദിലീപും അരുൺ ഗോപിയും ഒന്നിച്ച ചിത്രമായതിനാൽ വലിയ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകരും സിനിമാ ലോകവും ബാന്ദ്രയെ നോക്കിക്കണ്ടിരുന്നതെങ്കിലും നിർമ്മാതാവിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ മലയാള സിനിമ നിർമ്മാണ മേഖലയിലെ അണിയറ കഥകളിലേക്ക് വിരൽ ചൂണ്ടുന്ന കൈപ്പേറിയ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്.